ഹലോ ഗായ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തമ്പനയിൽ കണ്ടപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഞങ്ങളുടെ ലൈഫ് സ്റ്റോറി എന്താണ് എന്നൊക്കെ കൂടെ കൂട്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് പറയാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളെ യൂട്യൂബ് ചാനലില് ഞങ്ങള് NSK വേൾഡ് എന്നാണ് ഞങ്ങള് പേര് കൊടുത്തത്. ഞങ്ങളെ ശരിക്കുള്ള പേര് ഞങ്ങൾ കൊടുത്തിട്ടില്ല. NSK വേൾഡ് എന്നുള്ളത് പേരാണ്. അതെ, NSK വേൾഡ് പറഞ്ഞാല് നിരഞ്ജ് ശ്യാം, അതാണ് എന്റെ പേര്. നിരഞ്ജ് ശ്യാം. ഇനീഷ്യൽ എന്റെ വീട്ടുപേരാണ് കെ കണിയാറക്കൽ. അതുകൊണ്ടാണ് NSK വേൾഡ് എന്ന് പേര് വന്നത്. പിന്നെ ഞങ്ങളുടെ പേരാണെന്നുണ്ടെങ്കിൽ പറഞ്ഞ പേര് പറഞ്ഞ ആർദ്ര. ഞങ്ങള് കോഴിക്കോട് ജില്ലയിലെ അക്കോടി എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഞങ്ങൾക്ക് രണ്ട് മക്കളുണ്ട്. അല്ലൂട്ടൻ, ദച്ചുമോള്. അല്ലൂട്ടന് 3 വയസ്സാവാൻ പോകുന്നു. ദച്ചുമോക്കാണെന്നുണ്ടെങ്കിൽ 1 വയസ്സ് ഏകദേശം ആവാനായിരിക്കുന്നു. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളെ ഫാമിലി കാര്യങ്ങള്. പിന്നെ എന്റെ വീട്ടിലുള്ളത് അമ്മ, പിന്നെ ഒരു ചേച്ചിയാണുള്ളത്. ഇവക്കൊരു അനിയനാണുള്ളത്, അമ്മച്ചൻ, അമ്മമ്മ, പിന്നെ അപ്പൂപ്പൻ. ഇത്ര ആൾക്കാരൊക്കെയാണ് ഞങ്ങളെ വീട്ടിലുള്ളത്. ഇതൊക്കെയാണ് ഞങ്ങളൊരു കൊച്ചു കുടുംബം. അതെ. ഞങ്ങളുടെ ലവ് സ്റ്റോറി എങ്ങനെയാണ്, ഞങ്ങള് ഫസ്റ്റ് എങ്ങനെയാണ് കണ്ടത്, ഫസ്റ്റ് മീറ്റപ്പ് എങ്ങനെയാണ്. ഞാൻ ഫസ്റ്റ് തന്നെ ഞങ്ങളോട് കിടന്നോ? ഫസ്റ്റ് പറഞ്ഞാല് ഞങ്ങള് ആദ്യമായിട്ട് കാണുന്നത് 2014 ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. ഞങ്ങൾ ആദ്യമായിട്ട് കണ്ടത് ഫസ്റ്റ് മീറ്റ് 2014 ഏപ്രിൽ മാസത്തില്. അതൊരു വല്ലാത്തൊരു കഥയാണ്. എന്ന് വെച്ചാല് ഇപ്പൊ ഏകദേശം എത്ര കൊല്ലം ഉണ്ടാവും? 12 കൊല്ലം ഉണ്ടാവും. 12 കൊല്ലത്തില് 4 വർഷം ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 2022 ആ സമയത്ത് ഞങ്ങൾ കണ്ടത് പറഞ്ഞാല് പാലത്ത് അമ്പലമുണ്ട്. ഞങ്ങളെ വീടിന്റെ അടുത്തുള്ള ഒരു അമ്പലമാണ്. അവിടെ ഇത് ഉത്സവത്തിനോടനുബന്ധിച്ചിട്ട് ഇതൊക്കെ ഉണ്ടാവില്ലേ, ചന്ത ഉണ്ടാവില്ലേ. അപ്പൊ ഞങ്ങള് ചന്തക്ക് കാണാൻ പോയതേനി. ഇവിടെ വന്ന് ഫാമിലിയായിട്ട് വന്ന് ഞാൻ വന്നു ഫ്രണ്ട്സിന്റെ കൂടെ. ഞാൻ വരിക പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു അടുത്തൊരു കൂട്ടുകാരുണ്ട്, പ്രജില്ലാൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓയെ ലീവിന് വരുമ്പം മാത്രമാണ്, ലീവിന് വരുമ്പോ ഞങ്ങള് ഈ പറഞ്ഞ ഉത്സവത്തിന് ഇതിലൊക്കെ പോകുന്ന, ഞങ്ങള് കാണാൻ ഇതൊക്കെ പോകുന്നതാണ്. അപ്പോൾ അല്ലെങ്കിൽ ഇവിടെ അറിയാലോ എല്ലാ സ്ഥലത്തും പരിപാടി ഉണ്ട്. ഞാൻ നാട്ടിൽ തന്നെയാണ്. അപ്പൊ ഞാൻ അങ്ങനെ പോകില്ല. കാരണം വെച്ചാല് ആഴ്ചയിൽ എന്തായാലും 1, 2, 3 സ്ഥലങ്ങളിൽ പോകാനുണ്ടാവും. അപ്പോൾ ഇവിടെ ഞാൻ ശരിക്കും ഓനെ വിളിച്ച് കൂട്ടി കൊണ്ടുവന്നതാ. ഓനെ കുടിക്കുന്നതാണെങ്കിൽ പറയാം, ഇങ്ങനെയാണ് കഥ. ഞാൻ ലീവിന് വന്നതാണ്. വീഡിയോ ലോങ് ആയിക്കോട്ടെ, കാണാൻ പ്രേക്ഷകർക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ കുറച്ച് ലോങ് ആയാലും പ്രശ്നമില്ല. എന്താക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പം പറഞ്ഞു എനിക്ക് ആകെ ഒരു 2 ആഴ്ച ലീവ് ഉള്ളൂ, നമുക്ക് പോവാ, ഇവിടെ അടുത്ത് തന്നെയല്ലേ, അടിച്ച് പൊളിച്ചും കൂടെ പോരാ നമുക്ക് പോവാ, ലീവ് കുറച്ചല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഓൻ്റെ നിർബന്ധ പ്രകാരം ആണ് ഞങ്ങള് പാലത്ത് ഉത്സവത്തിന് അവിടെ എത്തിയത്. അങ്ങനെയാണ് ഞാൻ ഇവളെ ആദ്യമായിട്ട് കാണുന്നത്. ഇവളാ സമയത്ത് ഒരു വള മാല ഒക്കെ വിൽക്കുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെയാണ് ഇവിടെ നിൽക്കുന്നത് മാല മേടിക്കാന്. അങ്ങനെ ഫസ്റ്റ് ആയിട്ട് എന്നെ കണ്ട്. ഇവള് കണ്ടിട്ടില്ല, ഞാൻ കണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് നമ്മുടെ ഒരു കൂട്ടുകാരുണ്ട്, ശരത്ലാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൂട്ടുകാരുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അദ്ദേഹം ഉള്ളത്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ എനിക്കിഷ്ടമായി. ഞാൻ അവനോട് പറഞ്ഞു, കുട്ടിയെ നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ആയിക്കോട്ടെ. അങ്ങനെ കണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ സമയത്ത് അത് കണ്ടില്ല. അങ്ങനെ ഇവിടെ അവിടുന്ന് വളയും മാലയൊക്കെ വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോയി. അന്ന് കുറച്ച് മഴ പൊടിയുന്നുണ്ട്. അപ്പോ ഇവിടെ എന്തൊക്കെയാ നടന്ന് പാലത്തെത്തി. പാലത്തുനിന്ന് അവള് ഓട്ടോറിക്ഷ വിളിച്ചിട്ട് വീട്ടിലേക്ക് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞ് നമുക്ക് വീട് എവിടെയാന്ന് ഒന്ന് പോയി നോക്കാന്ന് പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു. അങ്ങനെ വലിയ മഴ കൊള്ളാതെ ഓട്ടോറിക്ഷയിൽ അങ്ങോട്ട് പോയി. ഞാനും എന്റെ ഫ്രണ്ട് ശരത്തിലാരും കൂടി മഴ കൊണ്ടിട്ട് ബൈക്കിൽ വന്നു, ഓട്ടോറിക്ഷന്റെ പിന്നാലെ ബൈക്കിൽ വന്നു. പക്ഷെ അതൊന്നും ഇവിടെ അറിഞ്ഞില്ല. പിന്നെ ഞാൻ പറയുമ്പോഴാണ് നമുക്ക് നടന്നെന്നുള്ളത് അറിയുന്നത്. അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞാല് ഞങ്ങള് ഞങ്ങള് തിരിച്ച് വീണ്ടും ഉത്സവത്തിന് പോയി. പഠിക്കുന്ന കാലഘട്ടം, ഞാനന്ന് പഠിക്കുകയാണ്. പിന്നെ ജോലി, പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവള്
ചെറുതാണ്, ഇവളും പഠിക്കുകയാണ്. പ്ലസ് വൺ എത്തിയിട്ടില്ല, വെക്കേഷനിൽ. അതെ അതെ, SSLC കഴിഞ്ഞ് ഇവിടെ ആ ലീവിന് നിൽക്കുകയാണ്. അപ്പൊ എനിക്ക് ഞാനന്ന് പോളി ഫസ്റ്റ് ഇയർ ചേർന്നിട്ടേ ഉള്ളൂ, സ്റ്റുഡൻ്റേക്ക് ഫസ്റ്റ് ഇയർ ചേർന്നിട്ടേ ഉള്ളൂ ഞാൻ. വെക്കേഷൻ ഉണ്ടാവല്ലോ, എല്ലാവരും പോകുന്നതാണ് ഈ ജിടെക്കിലൊക്കെ കമ്പ്യൂട്ടർ പഠിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനും പോയി കമ്പ്യൂട്ടർ പഠിക്കാൻ വേണ്ടിയിട്ട്. അവിടെ നിന്നാണ് പിന്നെയും കണ്ടത്. അപ്പൊ ഞാനും കണ്ടു കേട്ടോ. ഈ സംഭവം നടന്നിട്ട് ഒരു മാസം കഴിഞ്ഞാൽ, ഒരു മാസത്തിന്റെ അടുത്ത് ആയ സമയത്ത് പിന്നെ ഇവള് ജിടെക്കില് കമ്പ്യൂട്ടർ പഠിക്കാൻ വേണ്ടി ഇവിടെ പോവാ. പിന്നെ ഞങ്ങൾ കാണുന്നില്ല. അങ്ങനെ ഞാൻ എൻ്റെ ജോലി ഉണ്ടായിരുന്നു, ജോലി മീൻചന്തയിൽ ടാറ്റ മോട്ടോഴ്സിൽ ജോലി ചെയ്യുന്നു, പാർട്ട് ടൈം ആയിട്ട്. അവിടെ പോയിട്ട് വരുമ്പോ കണ്ട്, അവിടെ പോയിട്ട് ഞാൻ ഒരു ദിവസം 5 വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്തുണ്ട് ഇവള് കക്കോടി ജിടെക്കിന്ന് ഇവിടെ ഇറങ്ങി വരുന്നത്. അപ്പോഴാണ് എന്താ പറയാ, കുട്ടീനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, അങ്ങനെ ഇങ്ങനെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നത്, എവിടെയാണിത് കണ്ടത്. അപ്പോഴാണ് എനിക്കിത് ഓർമ്മ വന്നത്, എന്ന സ്ഥലത്ത് ഉത്സവത്തിന് പോയാലും കണ്ടതാണല്ലോ പറഞ്ഞത്. അപ്പം ഞാൻ എന്താക്കിയ പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം നമ്മളൊരു വട്ടം കണ്ട് പിന്നെ കണ്ടില്ല, പിന്നെ യാദൃശികമായിട്ട് വീണ്ടും കണ്ട്, ഇനി ചിലപ്പോൾ കാണുമെന്നും അറിയില്ല. അപ്പം ഞാൻ എന്താക്കി, ഇവള് ബസ് സ്റ്റോപ്പിൽ ഞാനാണ് നിന്ന്, ഞാനും എൻ്റെ ഫ്രണ്ട്സും ഉണ്ട്. ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി വരാമല്ലോ. എന്നിട്ട് ഇവള് ബസ് കയറിയിട്ട് ഇവളെ വീട്ടിലേക്കുള്ള സ്റ്റോപ്പിൽ ഇറങ്ങി, എന്നിട്ട് ഇവള് വീട്ടിലേക്ക് നടന്നു വരിക. എന്നിട്ട് ഞാൻ റോഡുമ്മൽ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുപോയി ക്രോസ് ഇട്ടിട്ട് ഇങ്ങോട്ട് നിർത്തി. എന്നിട്ട് ഞാൻ ഇവളോട് ചോദിച്ച് എവിടെയാണ് പഠിക്കുന്നത് ചോദിച്ചു. അപ്പോൾ അവള് പറഞ്ഞ് കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വെസ്റ്റിൽ പോളിയിൽ ടൂൾ ആൻഡ് എഞ്ചിനീയറിംഗ് ആണല്ലോ. അപ്പോൾ ഞാൻ വെറുതെ അവളോട് പറഞ്ഞു, ഞാൻ ടൂൾ ആൻഡ് എഞ്ചിനീയറിംഗ് ആണ് ഞാൻ പഠിക്കുന്നത്. അവിടെ ഒരു കമ്പ്യൂട്ടറിന്റെ ഗ്രാഫിക് ഡിസൈനിങ് ഈ പറഞ്ഞ ജിടെക്കിൽ ഉണ്ടോന്ന് ഞാൻ ചോദിക്കാൻ പറഞ്ഞു. ഇവക്കറിയില്ല, കാരണം എന്താ വെച്ചാൽ ഇവക്ക് അത്രയല്ലേ ഉള്ളൂ, വിവരമുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഞാൻ ചോദിച്ചിട്ട് പറയട്ടോ പറഞ്ഞു, ചോദിച്ചിട്ട് പറയട്ടോ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ചോദിച്ചിട്ട് പറഞ്ഞാൽ മതിയാണ്. അങ്ങനെ എന്താക്കി പറഞ്ഞാല് ഞാൻ പിറ്റേന്ന് പോയി. അങ്ങനെ ഞാൻ പിറ്റേന്ന് പോയി. പിറ്റേന്ന് അതേ സമയം അതേ സ്ഥലത്ത് പോയി. എന്നിട്ട് പറഞ്ഞു, ഞാൻ അവരോട് വെച്ച് ഈ ചോദിച്ചോന്ന് വെച്ചു. അപ്പോൾ അവള് പറഞ്ഞു ഞാൻ ചോദിച്ച് അവിടുത്തെ മിസ്സിന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അന്നേരം തന്നെ കാര്യം തുറന്നു പറഞ്ഞു. സത്യം പറഞ്ഞാല് ഞാൻ ഈ ഓട്ടോകാഡിനെ പറ്റി ചോദിക്കാനും ഗ്രാഫിക്സ് ഡിസൈനിങ്ങിനെ പറ്റി ചോദിക്കാനും ഒന്നല്ല എന്നോട് ഞാൻ പറഞ്ഞത്. എനിക്ക് എന്നെ ഇഷ്ടമാണ്. ഞാൻ എന്നെ ഞാൻ പറയട്ടെ, പറയട്ടെ, കഴിഞ്ഞ പാലത്തുള്ള ഉത്സവത്തിന് ഞാൻ എന്നെ കണ്ടിട്ട് എനിക്കെന്നെ ഇഷ്ടപ്പെട്ട്. അപ്പോൾ കണ്ടിഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ കാര്യം ഇഷ്ടമാണ്, എനിക്ക് അത്രയേ ഉള്ളൂ. കണ്ടിഷ്ടപ്പെട്ടിട്ടുണ്ട്, എനിക്ക് വേറെ കൂടുതലൊന്നും പറയാനില്ല. പിന്നെ എന്തെങ്കിലും എന്നെ സ്റ്റാർട്ടിങ് തന്നിട്ട് എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നേക്കാളും നല്ലതാണല്ലോ നമ്മളിത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞതെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അങ്ങോട്ട് പോയി. പിന്നെ എൻ്റെ മനസ്സ് ഫുള്ള് ബ്ലാങ്കാണ്, ഒന്നുമില്ല. ഇവിടെ പേടിച്ചു, കാരണം വെച്ചാൽ ഇത്രയും ഗ്ലാമറുള്ള ഒരു പയ്യെ ഇവളെ എന്നെ വരെ പ്രപ്പോസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവള് എല്ലാം കൂടി പേടിച്ചതായി. ഇവളെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. ഫ്രണ്ട്സൊക്കെ ഞങ്ങൾക്ക് സമയത്ത് ഒരിത് ആദ്യം ഉണ്ടാവല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഏതോ ഒരു സമയം തിരിച്ച് റിപ്ലൈ ഒക്കെ കൊടുത്ത് റീപ്ലൈ കൊടുക്കല്ലോ ആണ്. കാരണം അങ്ങനെ ഇഷ്ടപ്പെട്ട്, അതാണ് അതിന്റെ തുടക്കം. പിന്നെ ഇവള് വേറെ കാര്യം പറഞ്ഞു. പിന്നെ 2-3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ കാണാൻ വീണ്ടും പോകും. അങ്ങനെ പോയി കഴിഞ്ഞതിന് ശേഷം ഇവള് ഒരു കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞാൽ, ഞാൻ ആകെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടിയാണ്, എനിക്ക് ചെറിയ പ്രായമായിട്ടേ ഉള്ളൂ, നിങ്ങൾ വലുതായി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് ആലോചിച്ചോളിയെന്ന്. വലുതായി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് ആലോചിച്ചോളിയെന്ന്. അങ്ങനെ വേണ്ടേ അല്ലേ, അങ്ങനെ പറയുന്നത് നമ്മള്. അപ്പോൾ ഞാൻ പറഞ്ഞ അതൊക്കെ നമുക്ക് ആലോചിക്കാം, എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പൊ നമ്മള് പറയാനുള്ള കാര്യം നമ്മൾ പറഞ്ഞ് അവിടെ കഴിഞ്ഞു, അത്രയേ ഉള്ളൂ പറഞ്ഞു. പിന്നെ 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 കണ്ട് ബന്ധം ഇങ്ങനെ ക്ലോസ് ആയി.
അങ്ങനെ പ്രണയത്തിലായി മുന്നോട്ട് പോയി. അത് കഴിഞ്ഞ് പിന്നെ കൊറോണ വന്ന് അല്ലേ കൊറേ കഴിഞ്ഞപ്പോ കൊറോണ വന്ന് കൊറോണ ആ സമയത്താണ് വീട്ടിലൊക്കെ വന്ന് ചോദിച്ച് അങ്ങനെ സെറ്റായി. കൊറോണയുടെ സമയത്ത് നമ്മള് ആരും വിളിക്കാനൊന്നും പറ്റില്ലല്ലോ, കുറെ കൂടെ ഒന്ന് നീട്ടി വെച്ച് 2022 കല്യാണം. അത് കഴിഞ്ഞ് ഇപ്പൊ അതാ 2 പിടിക്കാച്ചി മക്കളും. മക്കളെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടാവും, ആരും കാണുന്നില്ലേ? റീൽസ് കാണുന്നവരൊക്കെ കാണുന്നില്ലേ? രണ്ടാളും കിടന്നുറങ്ങുകയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ സ്വസ്ഥമായിട്ടൊരു ലോങ് വീഡിയോ എടുക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ലോങ് വീഡിയോ എടുക്കാൻ പറ്റാത്തതിന്റെ ഒന്നാമത്തെ കാരണം കുഞ്ഞു മക്കളുള്ളതുകൊണ്ട് നമുക്ക് തീരെ സമയം കിട്ടൂല. ഷോർട്സിനെ ഞങ്ങൾ ഒരാളെടുക്കും, ഒരാളെടുക്കും, നിലത്തിരുത്തിന്റെ കരയും അങ്ങനെ എല്ലാം കൂടെ ആയിട്ടാണ് ഞങ്ങൾ ഈ ഷോർട്സ് തന്നെ എടുക്കുന്നത്. പിന്നെ അതിന്റെ ഇടയിലുള്ള കാര്യങ്ങളൊക്കെ ഇടയില് പറഞ്ഞാൽ കുറെ കാര്യങ്ങളുണ്ട്. എന്താ വെച്ചാല് 2014 തൊട്ട് 2022 വരെ ഏകദേശം 8 വർഷം ഉണ്ട്. അതിന്റെ ഇടയിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടാവും, ആ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിനി വേറൊരു വീഡിയോ ചെയ്യാല്ലേ? അതെ അതെ അതെ, ഒരുപാട് കാര്യങ്ങളുണ്ട് ഞങ്ങളെ കല്യാണത്തിലേക്ക് എത്തിയത്. അത് പറയുകയാണെങ്കിൽ ഒരു വീഡിയോയിലൊന്നും തീരൂല. അപ്പൊ കാണുന്ന നിങ്ങൾക്ക് തന്നെ ബോറടിക്കാൻ തുടങ്ങും. ഇവര് എന്തായി പറയുന്നത്, അല്ലെങ്കിൽ ഇവരെ ഇതൊക്കെ കേട്ടിട്ട് ഞങ്ങൾക്ക് ഇപ്പൊ എന്ത് കിട്ടാനാന്നുള്ളൊരു ഇത് നിങ്ങൾക്ക് വരും. കാരണം നമ്മളെ ഈ കല്യാണത്തിലേക്ക് നമ്മൾ എത്തിയാലോ ഒരുപാട് എതിർപ്പുകളും കാര്യങ്ങളും ഭയങ്കര ഇതുണ്ടായിരുന്നു. എന്നാലും ഞങ്ങളെ സോൾവ് ആക്കി. അതെ, ഏതൊരു പ്രശ്നത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ അത് ഞങ്ങള് അടുത്ത വീഡിയോയിലായിട്ട് ചെയ്യുള്ളൂ. എല്ലാം കൂടെ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോയിൽ കൊള്ളൂല. ആ കാര്യങ്ങളൊക്കെ ഞങ്ങള് അടുത്ത വീഡിയോയിലേ പറയുള്ളൂ. കാരണം എന്താ വെച്ചാല് നിങ്ങൾ പാർട്ടായിട്ട് ഞങ്ങള് വീഡിയോ അവതരിപ്പിക്കാനാണ് വിചാരിക്കുന്നത്.